ഫേമസ് മമ്മൂട്ടിയുടെ ഏത് ഗസ്റ്റ് ചെയ്താണ് ഇടയ്ക്കാണ് നമ്മളെ ബാർബിക്യൂന് വേണ്ടിട്ടല്ലേ. So other one is for Hanan masala, Indian masala. Sniper, small one. This one is modern Korean for Sirani. Film star. This is sniper. Both sniper. That one, yeah. That one normally red sniper. This one is different. Modern Korean for Guinea musk. That one red sniper is Raimus. ഓക്കെ. കട്ട് ചെയ്ത് വരഞ്ഞെടുത്തത് ഡാഡിയാണ്. പിന്നെ വരഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഡാഡി ദിസ് നെയിം ബജിയ. ഹന്ന ബജിയ കഴിക്കുന്നു. ഹന്നയാണ് ഇന്ത്യൻ സ്റ്റൈൽ മസാല വരട്ടാൻ പോണത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് അത്രയ്ക്ക് എക്സ്പേർട്ട് ഒന്നും അല്ല, എന്നാലും അല്ലേ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ സ്റ്റൈലൊന്നും കഴിക്കാൻ പറ്റിയില്ല. അവരെ പറ്റിക്കല്ല നമുക്ക്. അങ്ങനെ ചില്ലി പൗഡർ ആദ്യം ഇട്ടിട്ടുണ്ട്. ക്യുമിൻ പൗഡർ ഓക്കെ, അത് കുറച്ച് തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉപ്പിടാൻ പോവാണ്. ഏകദേശം 6 എണ്ണം മാരിനേറ്റ് ചെയ്യണം. അപ്പം അതിനുള്ള സാമഗ്രികളെല്ലാം ഇടണം. ഓക്കെ ഓക്കെ. ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി. ഓക്കെ, ഇനി നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അത് മതി. ഓക്കെ, കുറച്ച് കൂടുതൽ ഇട്ടോ, ടേസ്റ്റ്. കുക്കിംഗ് സ്പെഷ്യലിസ്റ്റുകളൊന്നും ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ കുറ്റം പറയരുത്. എന്റെ സരോള ചേച്ചിയുടെ എണ്ണ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. അത് കൈയിട്ടാണ് മിക്സ് പിന്നെ ചെയ്യുന്നത്. എന്താ ആദ്യത്തേത് മാത്രം കുറ്റമൊന്നും പറയരുത്, ആരും അനുകരിക്കുകയും ചെയ്യരുത്. ഒരു സൈഡിൽ അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് ഇട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മസാല തേച്ച് കൊടുത്തു. ഫിഷ് കണ്ട Also Chawala has too much money, no? Yeah. Also buy expensive car, everything. അങ്ങനെ എല്ലാ മീനും കൂടെ മിക്സ് ചെയ്യാനാണ്. അങ്ങനെ നമ്മളുടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഫിഷ് റെഡി ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ അവനിലോട്ട് വെക്കാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് കുറച്ച് നേരം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരഞ്ഞെടുക്കാൻ പോവാണ്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാലകൾ തന്നെയാണ് നമ്മൾ ചിക്കനും മാരിനേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും വരഞ്ഞ് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഇട്ട് മാരിനേറ്റ് ചെയ്യും. ഓക്കെ, ബാക്കി ചിക്കനെല്ലാം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയിരിക്കും. ഇത് നമ്മൾ അവനിലിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ബാർബിക്യൂ ചെയ്യും. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. ഇനി ഇത് പുറത്തോട്ട് എടുക്കുന്നു. ഓക്കെ, സോ അടുക്കി ഇവിടെ നമ്മളെ പോലെ ഫ്രഷ് ചിക്കൻ ഒന്നുമില്ല അല്ലേ, അല്ലാണ്ട് ഫ്രോസൺ വണ്ണേ ഉള്ളൂ. നമ്മൾ അത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു ഇന്ത്യൻ മസാലയിൽ തന്നെ അല്ലേ കുറച്ച് സോസേജും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ നേരെ നമ്മൾ പോണത് ബാർബിക്യൂ ചെയ്യണ ബീച്ച് സൈഡിലോട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം. അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സെറ്റ് ഓഫ് ചിക്കനും ഓവനിൽ കയറ്റിയിട്ടുണ്ട്. അന്നയും ദേഹുക്കും കൂടെ ഫെയറിലായിട്ട് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നോക്കാം. സോസേജും ചിക്കനും ഫിഷും ഏകദേശം നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാർബിക്യൂ പോയിട്ട് അല്ലേ അവിടെ ബാർബിക്യൂ ചെയ്തെടുക്കാം. ഓക്കെ, ഫൈനലി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലം. അതിനിവിടെ ആരും ഇല്ലല്ലോ.
ഇവിടെ ആരും ഇല്ല. അവിടെ എന്തോ പാർട്ടി അവിടെ എന്തോ ഒരു പാർട്ടി ഉണ്ട്, ലൈറ്റ് എത്തണില്ല. പക്ഷെ ഇവിടെ നമ്മള് ബാർബിക്ക് സെറ്റ് ചെയ്യാണ്. ഞാനും പാടണോ വേണ്ടയോ? കമന്റ് ചെയ്ത് ഇനിയിപ്പോ കമന്റ് ചെയ്തിട്ട് നീ എന്ത് പാടാൻ? ഓക്കെ, വന്നിട്ട് പാടാം. ഇവിടെ എല്ലാം വെച്ച് സെറ്റ് ചെയ്യാണ് ഗൈസ്. ബീച്ചിന്റെ അടുത്ത് ബാർബിക്യൂ, കോക്കനട്ട് ട്രീയുടെ അടിയിൽ മേശ ചെയ്യാം. Here, Daddy set the fire. തേങ്ങയിലൊക്കെ ഇട്ടാണ്. ഈ ഒരു ബീച്ചിലാണ് നമ്മൾ നേരത്തെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇനി എന്തായാലും കാണാം. ഗായ്സ്, അവിടെ ഒരു ഫെയറി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഫെയറി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരെയെ വിളിക്കാനാണ്? ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ഐറ്റമായിട്ട് എടുത്ത് വെച്ച് ചൂടാക്കി സെറ്റ് ചെയ്തെടുക്കാം. അവിടെ പൊട്ടറ്റോ, പൊട്ടറ്റോ ഇതിൽ കനലിലിട്ടിട്ടുണ്ട്. അത് നല്ല സെറ്റായി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അത് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ ചിക്കനും ഒരു സൈഡിൽ മീനും. മീൻ റെഡി, ചിക്കൻ റെഡി, സോസേജ് റെഡി, പൊട്ടറ്റോ റെഡി. അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. വി മീറ്റ് മലയാളീസ് ദെയർ. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക.